അപ്പോസ്തലപ്രവൃത്തികൾ 9-ാം അധ്യായം 5-ാമത്തെ വാക്യം. ശൗൽ എന്ന് പറയുന്ന മനുഷ്യൻ നിലത്തു വീണ് കിടന്നുകൊണ്ട് ചോദിക്കുകയാണ്, നീ ആരാകുന്നു കർത്താവേ? ആ ചോദ്യത്തിന് അവന് ലഭിച്ച മറുപടി, നീ ഉപദ്രവിക്കുന്ന യേശുവാകുന്നു ഞാൻ എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാഴ്ച, ഒരു വലിയ വെളിച്ചത്തിൻ്റെ മുൻപിൽ സൂര്യനെ വെല്ലുന്ന പ്രകാശത്തിൻ്റെ പ്രഭാകിരണങ്ങളേറ്റ് തറയിൽ വീണ് കിടക്കുന്ന, ആയുധം വെച്ച് കീഴടങ്ങിക്കിടക്കുന്ന ഒരു മത തീവ്രവാദി എന്ന് വിശേഷിപ്പിക്കാവുന്ന മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ പേര് ശൗൽ എന്നാണ്. ആ മനുഷ്യൻ ദൈവസഭയ്ക്ക് വിരോധമായി തൻ്റെ അറിവില്ലായ്മയുടെ കാലഘട്ടങ്ങളിൽ പ്രവർത്തിച്ച വ്യക്തിയാണ്. അപ്പോസ്തലനായ പൗലോസ് എന്ന് നാം വിളിക്കുന്ന അപ്പോസ്തലനായ പൗലോസ് എന്ന ദൈവമനുഷ്യൻ, അദ്ദേഹം ശൗലായിരുന്നു എന്നുള്ളത് നിങ്ങൾക്കറിയാം. ഈ ശൗല് ദൈവസഭയ്ക്കെതിരെ വളരെ ശക്തമായി പ്രവർത്തിച്ച മനുഷ്യനാണ്. അങ്ങ് ജെറുസലേമിലുള്ള സഭകൾക്ക് വിരോധമായൊക്കെ അദ്ദേഹം ഒരു കാലഘട്ടത്തിൽ പ്രവർത്തിച്ചിരുന്നു. സ്തെഫാനോസ് എന്ന് പറയുന്ന ദൈവമനുഷ്യനെ, അപ്പോസ്തലനെ കൊന്നുകളയുവാൻ വേണ്ടി അന്നത്തെ കാലത്ത് അതിനുവേണ്ടി മുന്നിട്ടിറങ്ങിയ മനുഷ്യനായിരുന്നു ഈ ശൗൽ. എന്നാൽ പിൽക്കാലത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസ്, ഈ ശൗൽ തന്നെ പറയുന്നുണ്ട്, സ്തെഫാനോസിന്റെ കുടുംബക്കാരെ അല്ലാതെ മറ്റാരെയും ഞാൻ സ്നാനപ്പെടുത്തിയതായി ഓർക്കുന്നില്ല, സ്നാനപ്പെടുത്തിയിട്ടില്ല, സ്നാനപ്പെടുത്താനല്ല, സുവിശേഷം അറിയിക്കുവാൻ അത്രേ ഞാൻ വന്നതെന്ന് ഈ ദൈവമനുഷ്യൻ പറയുന്നുണ്ട്. അപ്പോൾ ഒരു സമയത്ത് സ്തെഫാനോസിനെ കൊല്ലുവാൻ കൂട്ടുനിന്ന, സ്തെഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലുവാൻ ഇറങ്ങി പുറപ്പെട്ടവരുടെ വസ്ത്രം സൂക്ഷിച്ച, അത് നോക്കി നിന്ന് ആസ്വദിച്ച ആ മത തീവ്രവാദിയായ, സഭയെ ഉപദ്രവിക്കുന്നവനായ, ഹൃദയകാഠിന്യമുള്ള ആ മനുഷ്യൻ പിൽക്കാലത്ത് സ്തെഫാനോസിന്റെ കുടുംബത്തെ സ്നാനപ്പെടുത്തിയെങ്കിൽ അത് വലിയൊരു ദൈവപ്രവൃത്തിയാണ്. ഹല്ലേലൂയ. ഏത് കുടുംബത്തിനെതിരായി ആ മനുഷ്യൻ നിന്നോ ആ കുടുംബത്തിന് അനുഗ്രഹമാക്കി ആ മനുഷ്യനെ ദൈവം മാറ്റി. ദൈവസഭയ്ക്ക് വിരോധമായി ഒരു ലെറ്ററും എഴുതിക്കൊണ്ട് അധികാരികളുടെ മുൻപിൽ വാഹന മൃഗത്തിൽ കയറി യാത്ര ചെയ്ത ഈ മനുഷ്യൻ ദമസ്കോസ്കിൻ പടിവാതിക്കൽ വെച്ച് സൂര്യനേക്കാൾ വെളിച്ചമുള്ള ആ പ്രകാശം, ആ പ്രഭാകിരണം തൻ്റെ കണ്ണിൽ അടിച്ച് വാഹന മൃഗത്തിൽ നിന്ന് നിലത്തു വീണ് കിടന്ന്, നീ ആരാകുന്നു കർത്താവേ എന്ന് ചോദിച്ച ഈ മനുഷ്യൻ്റെ കയ്യിൽ അപ്പോഴും ദൈവസഭയ്ക്ക് വിരോധമായുള്ള ഒരു ചുരുളുണ്ടായിരുന്നു. എന്നാൽ അതേ മനുഷ്യന്റെ തൂലികയിലൂടെ ദൈവസഭയെ പണിതുയർത്തുവാൻ, ദൈവജനത്തെ പണിതുയർത്തുവാൻ ഞാൻ മനുഷ്യരിൽ നിന്ന് പഠിച്ചിട്ടുമില്ല, ഞാൻ മനുഷ്യരാൽ പ്രാപിച്ചിട്ടുമില്ല, ക്രിസ്തുവിന്റെ വെളിപ്പാടിനാൽ അത്രേ ഇത് ഞാൻ നിങ്ങളെ അറിയിക്കുന്നത് എന്നുള്ള നിലകളിൽ ഈടുറ്റ കരുത്തുള്ള 14 ലെറ്ററുകൾ, 14 ലേഖനങ്ങൾ ഈ ദൈവമനുഷ്യൻ വെളിപ്പാടിലൂടെ കൈമാറ്റം ചെയ്തു. ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്നെ കാണുന്ന കേൾക്കുന്ന കുടുംബങ്ങൾ തിരിച്ചറിയണം. ഒരുപക്ഷെ ഇന്ന് സുവിശേഷത്തിനെതിരായി നിൽക്കുന്ന ആ വ്യക്തി ഇന്ന് വിശ്വാസത്തിലേക്കും ദൈവകൃപയിലേക്കും വരാതെ നിങ്ങൾ പിന്മാറ്റത്തിൽ ആണ് എന്ന് വിശേഷിപ്പിക്കുന്ന ആ വ്യക്തിയെ ദൈവത്തിന് തിരിക്കുവാൻ, ദൈവത്തിന് രൂപാന്തരപ്പെടുത്തുവാൻ, ആ വ്യക്തിത്വത്തെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കും സാത്താന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിലേക്കും തിരിക്കുവാൻ എൻ്റെ ദൈവത്തിന് ഒരു സെക്കൻഡ് മതി, ഒരു നിമിഷം മതി. ശൗലിനെ പൗലോസാക്കി മാറ്റിയ ദൈവം ഇന്നും ജീവിക്കുന്നു. എത്ര പേര് അതിനൊരു ആമീൻ പറയാൻ കഴിയും? ഹല്ലേലൂയ. എത്ര പ്രതിസന്ധികളെയും നിങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുവാൻ, എത്ര വലിയ തിന്മയെയും നിങ്ങൾക്ക് നന്മയാക്കി തീർക്കുവാൻ, എത്ര വലിയ പരാജയത്തെയും നിങ്ങളുടെ ജീവിതത്തിൽ ജയമാക്കി മാറ്റുവാൻ, എത്ര വലിയ തകർച്ചയെയും ഉയർച്ചയാക്കി മാറ്റുവാൻ ജീവനുള്ള ദൈവത്തിന് കഴിയും. ദൈവത്തിന് കഴിയും. അത് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നാൽ ആയുധം വെച്ച് കീഴടങ്ങിക്കിടക്കുന്ന ഈ മനുഷ്യൻ സാധാ മനുഷ്യനല്ല. ശൗൽ എന്ന് പറയുന്ന ആള് അന്നത്തെ കാലത്തിലെ ഏറ്റവും ശക്തനായ ഒരു വ്യക്തിത്വമായിരുന്നു. അദ്ദേഹത്തിന്റെ ക്വാളിറ്റിയും ക്വാളിഫിക്കേഷനും ഒക്കെ എന്താണെന്ന് അദ്ദേഹം തന്നെ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ വെളിപ്പെടുത്തുന്നുണ്ട്.
ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 5-6 വാക്യങ്ങളിൽ അദ്ദേഹം പറയുകയാണ്, 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ. നിങ്ങളൊന്ന് കൗണ്ട് ചെയ്തോ. ഇവിടെ ആ ദൈവമനുഷ്യൻ 7 കാര്യങ്ങൾ പറയുന്നുണ്ട്. 7 കാര്യങ്ങൾ. ഒന്ന്, 8-ാം നാളിൽ പരിച്ഛേദനയേറ്റ മനുഷ്യൻ, ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമീൻ ഗോത്രക്കാരൻ, എബ്രായരിൽ ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനന്യൻ. ഇങ്ങനെ 7 കാര്യങ്ങൾ തന്നെ കുറിച്ച് തന്നെ പൗലോസ് പറയുന്നുണ്ട്. അപ്പോൾ 8-ാം നാളിൽ പരിച്ഛേദനയേറ്റ ഇസ്രായേൽ ജാതിക്കാരനായ, ബെന്യാമീൻ ഗോത്രക്കാരനായ, എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായനായ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശനായ, ശുഷ്കാന്തി സംബന്ധിച്ച് ദൈവസഭയെ ഉപദ്രവിച്ചവനായ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനന്യനായ ഈ മനുഷ്യനാണ് നസറയത്തിലെ തച്ചന്റെ മകൻ എന്ന് വിശേഷിപ്പിച്ചവന്റെ മുൻപിൽ അടിയറവ് പറഞ്ഞ് ആണയിട്ട് ആയുധം വെച്ച് കീഴടങ്ങി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ ശക്തി വലുതാണ്, യേശുവിന്റെ മഹത്വം വലുതാണ്. ഞാൻ പ്രസംഗിക്കുന്ന ബൈബിൾ അത്ഭുതത്തിന്റെ പുസ്തകമാണ്. ഞാൻ പ്രസംഗിക്കുന്ന യേശു അത്ഭുതത്തിന്റെ ദൈവമാണ്. ഞാൻ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നു. അതിനൊറ്റ കാരണമേ ഉള്ളൂ, ഞാൻ അത്ഭുതത്തിന്റെ ദൈവമായ യേശുവിൽ വിശ്വസിക്കുന്നു. പ്രവാചകനായ യെശയ്യാവ് തന്നെ താൻ ജനിക്കുന്നതിന് ദീർഘവർഷങ്ങൾ, 1000 വർഷങ്ങൾക്ക് മുമ്പ് പ്രവചിച്ചിരുന്നു, അവൻ അത്ഭുത മന്ത്രി, അവൻ വീരനായ ദൈവം. അല്ലേ? 33.5 വയസ്സുവരെ ഈ ഭൂമിയിൽ ജീവിച്ചവനാണ് കർത്താവായ യേശു ക്രിസ്തു. 150 കിലോമീറ്ററിൽ കൂടുതൽ യേശു യാത്ര ചെയ്തിട്ടില്ല. യൂണിവേഴ്സിറ്റി ബിരുദങ്ങളോ സർട്ടിഫിക്കറ്റുകളോ തൻ്റെ കൈവശം ഇല്ലായിരുന്നു. എന്നാൽ ഇന്ന് ലോകത്തിൻ്റെ 5 വൻകരകളിലുമുള്ള സമസ്ത പ്രായക്കാരും ഈ നാമത്തെ അറിയുന്നു. അല്ലെങ്കിൽ അവർക്കത് അറിയാം, യേശുവിനെ അറിയാം, യേശുവിനെ കുറിച്ച് കേട്ടിരിക്കുന്നു. 2000-ലധികം തലമുറകൾ ഈ നാമത്തെ ആരാധിക്കുന്നു. നോർത്ത് നോക്കിയേ, 2000-ലധികം തലമുറകൾ ആരാധിക്കുന്ന, ഇന്ന് രാത്രിയിലും നാം ആരാധിക്കുന്ന, എന്നാൽ യൂണിവേഴ്സിറ്റി ബിരുദങ്ങളോ മറ്റ് സർട്ടിഫിക്കറ്റുകളോ ഒന്നും കയ്യിലില്ലാത്ത, ലോകത്തിലെ സമസ്ത പ്രായക്കാരും വാഴ്ത്തി വണങ്ങുന്ന, 150 കിലോമീറ്ററിൽ കൂടുതൽ യാത്ര ചെയ്തിട്ടില്ലാത്ത യേശു കർത്താവിനെ കുറിച്ച് ഇന്ന് പറയാൻ വാക്കുകൾ പോരാ പ്രിയപ്പെട്ടവരെ. എല്ലാ ഡിപ്പാർട്ട്മെന്റ്, യേശു എനിക്ക് നല്ലൊരു ഫിസിഷ്യനാണ്, അവൻ എൻ്റെ സൗഖ്യദായകനാണ്. ഹല്ലേലൂയ. ഈ ലോകത്തിലെ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റുകളിലൊക്കെ പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് അതിനെക്കുറിച്ചുള്ള അറിവുകൾ ഉണ്ടാകും. പക്ഷെ കടലിൻ്റെ അടിയിലൂടെ ഓടിപ്പോയ ഒരു മീനിന്റെ വായിലിരുന്ന ചതുർദ്രമായ നാണയം കാണാൻ യേശുവിന് കഴിഞ്ഞു. കടലിൻ്റെ അടിയിലൂടെ ഓടുന്ന മീനുകളും ആകാശത്തിലൂടെ പറക്കുന്ന പറവകളും, ഈ ഭൂജലത്തിൽ കാണുന്ന, ഭൂമിയുടെ പരപ്പിൽ കാണുന്ന സകല ജീവജാലങ്ങളും അത് ഭക്ഷിച്ചോ, അതെങ്ങനെയായി കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്ക് വരെ അതിന്റെ തീറ്റി എത്തിച്ചു കൊടുക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സർവശക്തനാകുന്ന ദൈവം. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവന്റെ സന്തതി ആഹാരം ഇരക്കുന്നതും ഞാൻ കണ്ടിട്ടേയില്ല. എല്ലാവരെയും കരുതുന്ന കർത്താവ്, എല്ലാറ്റിനെയും പുലർത്തുന്ന കർത്താവ്, ഈ ഭൂമിയിലെ സകലത്തെയും നടത്തുന്ന കർത്താവ്. കാരണം ഭൂമിയും അതിന്റെ പൂർണ്ണതയും ഭൂതലവും അതിന്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാണ്. ശബ്ദമുയർത്തി കർത്താവിന് നന്ദി പറഞ്ഞു. ഞാൻ ഇന്ന് യേശു കർത്താവിനെ കുറിച്ച് 1-2 കാര്യങ്ങൾ തിരുവെഴുത്തുകളിലൂടെ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ്. എഫെസ്യർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം 17, 18, 19 വാക്യങ്ങൾ. എന്റെ പ്രാർത്ഥന നിങ്ങളെ ഓർത്തുകൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തിരയേണ്ടതിനോ നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനം ഇന്നതെന്നും അവൻ്റെ ബലത്തിൻ വല്ലഭത്വത്തിൻ്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. അങ്ങനെ
അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തന്റെ വലത്ത് ഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹായുടെ പ്രാർത്ഥനയാണിത്. ഒരിക്കൽ യേശു ആരെന്നറിയാതെ താൻ ജീവിച്ചൊരു സമയമുണ്ട്. നിങ്ങൾക്കറിയുമോ, ഈ പൗലോസ് അപ്പോസ്തലനാണ് ലേഖനങ്ങളിലുടനീളം ദൈവസഭ കർത്താവിൻ്റെ ശരീരമാണ് എന്ന് വ്യക്തമാക്കിയിട്ടുള്ളത്. നിങ്ങളത് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിലൊക്കെ വായിച്ചിട്ടുണ്ട്. അവിടെ എഴുതിയിട്ടുണ്ട്, സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണ്, സഭയുടെ തല ക്രിസ്തുവാണ്, നാം അതിൻ്റെ അവയവങ്ങളാണ്. അപ്പോൾ സഭയെക്കുറിച്ച് പത്രോസോ യാക്കോബോ യോഹന്നാനോ യൂദയോ ഇവരാരും പരാമർശിച്ചിട്ടില്ലാത്ത, ഇവരാരും പറഞ്ഞിട്ടില്ലാത്ത ഒരാഴമേറിയ സത്യം, വെളിപ്പാട് പൗലോസ് മാത്രമാണ് സഭയ്ക്ക് കൈമാറിയത്. അത് മറ്റൊന്നുമല്ല, സഭ കർത്താവിൻ്റെ ശരീരം ആണ്. അതിനെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്ന ഒരു സത്യം, ഞാൻ അറിഞ്ഞ ഒരു ചിന്ത, ഈ പൗലോസ് അപ്പോസ്തലൻ നമ്മളിപ്പോൾ വായിച്ച വാക്യത്തിൽ ശൗല് നിലത്തു വീണ് കിടന്നിട്ട് നീ ആരാകുന്നു കർത്താവേ എന്ന് ചോദിച്ചപ്പോൾ യേശു കർത്താവ് അവന് കൊടുത്ത മറുപടി, നീ ഉപദ്രവിക്കുന്നവനാകുന്ന നസ്രയനാകുന്ന യേശുവാണ്, അല്ലെങ്കിൽ നീ ഉപദ്രവിക്കുന്ന യേശുവാകുന്നു ഞാൻ. വാസ്തവത്തിൽ നിങ്ങൾ ചിന്തിച്ചാൽ ശൗൽ ഒരിക്കലും യേശുവിനെ ഉപദ്രവിച്ചിട്ടില്ല. യേശു കർത്താവ് ജീവിച്ചിരുന്ന പ്രവർത്തിച്ച കാലഘട്ടത്തിൽ എങ്ങും പോയി ഈ ശൗൽ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ ശൗൽ ആരെയാ ഉപദ്രവിച്ചത്? ശൗൽ തന്നെ പറയുന്നുണ്ട്, നമ്മളിപ്പോൾ വായിച്ച ആ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിലെ ആ വാക്യത്തിനകത്ത് ആ മനുഷ്യൻ തന്നെ പറയുന്നുണ്ട്, ഫിലിപ്പിയർ 3:6 വാക്യത്തിൽ, സഭയെ ഉപദ്രവിച്ചവൻ, സഭയെ ഉപദ്രവിച്ചവൻ, അങ്ങനല്ലേ എഴുതിയിരിക്കുന്നത്. സഭയെ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ. അപ്പൊ പുള്ളി ഉപദ്രവിച്ചത് ആരെയാ? സഭയാണ്. അപ്പോൾ യേശു കർത്താവ് തനിക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് തന്നോട് ചോദിക്കുന്ന എന്താ? നീ ഉപദ്രവിക്കുന്നവനാകുന്ന യേശുവാകുന്നു ഞാൻ. ഹല്ലേലൂയ. നിങ്ങളെ ഒരാൾ ഉപദ്രവിച്ചാൽ എവിടെയായിരിക്കും ഉപദ്രവിക്കുന്നത്? നിങ്ങളുടെ ആത്മാവിനെ ആയിരിക്കും ഉപദ്രവിക്കുന്നത്? നിങ്ങളുടെ ശരീരത്തെ ആയിരിക്കുമോ? ഉറപ്പായിട്ടും ഒരാൾ അടിച്ചാൽ നോവുന്നത് നിങ്ങളുടെ ശരീരത്തിലാണ്, അല്ലെ? ഒരാൾ അടിച്ചാൽ നോവുന്നത് നിങ്ങളുടെ ശരീരത്തിനാണ്. അപ്പോൾ യേശു കർത്താവ് പ്രത്യക്ഷമായി ഈ ശൗലിനോട് പറയുന്നു, നീ ഉപദ്രവിക്കുന്ന യേശുവാകുന്നു ഞാൻ. അപ്പൊ പുള്ളി ആകെ ഉപദ്രവിച്ചത് സഭയും തൻ്റെ അപ്പോസ്തലന്മാരെയുമാണ്. അപ്പോൾ വേദപുസ്തകത്തിനകത്ത് കർത്താവ് പറയുന്നു, നൊന്തത് യേശുവിൻ്റെ ശരീരത്തിനാണ്. നീ ഉപദ്രവിക്കുന്ന യേശുവാകുന്നു. ഉപദ്രവിക്കുന്നത് ശരീരത്തിലാണ്, വേദനിക്കുന്നത് ശരീരമാണ്. ഹല്ലേലൂയ. ഒരിക്കലും നിങ്ങളുടെ ശരീരത്തെ ഒരാൾ അടിച്ചാൽ നിങ്ങളുടെ ആത്മാവിന് നോവില്ല, നിങ്ങളുടെ ശരീരത്തിന് തന്നെയാണ് നോവുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, അവിടെ ആ ഒരൊറ്റ വാക്കിനകത്ത് ശൗലിന് മനസ്സിലായി, സഭയെന്ന് പറയുന്നത് കർത്താവിന്റെ ശരീരമാണ്. കാരണം താൻ സഭയെ ഉപദ്രവിച്ചപ്പോൾ യേശു പ്രത്യക്ഷപ്പെട്ട് തന്നോട് പറഞ്ഞത്, നീ എന്നെയാ ഉപദ്രവിക്കുന്നത്, എന്റെ ശരീരത്തെയാ നീ ഉപദ്രവിച്ചത്. അതിൽ നിന്ന് ശൗലിന് മനസ്സിലാക്കാൻ പറ്റി, സഭയെന്ന് പറയുന്നത് കർത്താവിന്റെ ശരീരമാണ്. അതുകൊണ്ടാണ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിലും കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിലും എല്ലാം എവിടൊക്കെ പൗലോസ് അപ്പോസ്തലൻ സഭയെക്കുറിച്ച് പരാമർശിക്കുന്നുവോ പലയിടത്തും എടുത്തു പറഞ്ഞിരിക്കുന്നു, സഭ ക്രിസ്തുവിന്റെ ശരീരമാണ്, നാം അതിന്റെ അവയവമാണ്, സഭയുടെ തല ക്രിസ്തുവാണ്. ഹല്ലേലൂയ. കാരണം വർഷങ്ങൾക്ക് മുൻപ് ഈ ശരീരത്തെ തൊട്ടുകളിച്ചവനാണ് ശൗൽ എന്ന് പറയുന്ന മനുഷ്യൻ. എന്നാൽ ഇന്ന് ആ കാലഘട്ടത്തിലും ഇന്നും പൗലോസ് അപ്പോസ്തലന്റെ ലേഖനങ്ങളും വചനങ്ങളും വാക്കുകളും വെളിപ്പാടുകളും നമ്മെ ബലപ്പെടുത്തുന്നതും നമ്മെ നിലനിർത്തുന്നതുമാണ്. ചേർന്ന് കർത്താവിന് സ്തോത്രം ചെയ്ത് ഹല്ലേലൂയ. ഞാൻ വേഗത്തിൽ ഈ ഭാഗത്തിലേക്ക് വരികയാണ്. യേശു കർത്താവ് ആരാണ്? പലർക്കും പല ഉത്തരങ്ങളാണ്. ഒരിക്കൽ യേശു തന്നെ ചോദിച്ചു, നിങ്ങൾ മനുഷ്യപുത്രനെ ആർ എന്ന് പറയുന്നു? മത്തായി സുവിശേഷം 16-ാം അധ്യായം 15-ാം വാക്യം, നിങ്ങളോ എന്നെ ആർ എന്ന് പറയുന്നു എന്ന് ചോദിച്ചതിന്
16 വാക്യത്തിൽ 16:16 പത്രോസ് പറയുന്നുണ്ട്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, ബെറയോനാ ശിമോനെ, നീ അനുഗ്രഹീതൻ, നീ ഭാഗ്യവാൻ, ജഡരക്തമല്ല സ്വർഗസ്ഥനായ എന്റെ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തിയത്. നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിഞ്ഞിരിക്കും. ഇവിടെ പത്രോസ് അപ്പോസ്തലൻ വളരെ വ്യക്തമായ 16 വാക്യത്തിൽ പറയുന്നുണ്ട്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു, ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ സൺ ഓഫ് ഗോഡ്. എല്ലാവരും ഒന്ന് വാ തുറന്ന് പറഞ്ഞ്, യേശു ക്രിസ്തു ദൈവത്തിന്റെ ഏകജാതനായ പുത്രൻ. ഒരിക്കൽ കൂടെ ഒന്ന് ഉറക്കെ പറഞ്ഞ്, യേശു ക്രിസ്തു ദൈവത്തിന്റെ ജീവനുള്ള ദൈവത്തിന്റെ, ഒന്നുകൂടെ പറഞ്ഞ്, ജീവനുള്ള ദൈവത്തിന്റെ ഏകജാതനായ പുത്രൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 14-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മളുടെ ഇടയിൽ പാർത്തു, ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. വചനം ജഡമായി തീർന്നവൻ, കൃപയും സത്യവുമായി തീർന്നവൻ, ഈ ഭൂമിയിൽ ഒരു തേജസ്സായി മാറിയവൻ ദൈവപുത്രനായ യേശു ക്രിസ്തുവാണ്. അതേ യോഹന്നാൻ സുവിശേഷം 3:16 പറയുന്നു, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം, ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. വാസ്തവത്തിൽ കർത്താവ് നിങ്ങളെ സ്നേഹിച്ച ഏറ്റവും വലിയ സ്നേഹമാണ് യേശുവിനെ നിങ്ങൾക്ക് ലഭിച്ചത്. യേശുവിനെ നിങ്ങൾക്ക് ലഭിച്ചത്. ദൈവം എന്നോട് കാണിച്ച ഏറ്റവും വലിയ സ്നേഹമാണ് തന്റെ പുത്രനെ എനിക്ക് വെളിപ്പെടുത്തി തന്നത്. ഇതെല്ലാവർക്കും വെളിപ്പെട്ട് കിട്ടുന്നതല്ല, ഇത് വെളിപ്പെടുത്തി തന്നതാണ്, ഇത് വെളിവാക്കി തന്നതാണ്. പരിശുദ്ധാത്മാവിലൂടെ അല്ലാതെ യേശുവിനെ കർത്താവ് എന്ന് പറയുവാൻ ആർക്കും കഴിയുകയില്ല. അതരങ്ങൾ തുറന്ന് എല്ലാവരും കൂടെ ഒന്ന് പറഞ്ഞ്, യേശുവിന്റെ കർത്താവ്, യേശുവിന്റെ കർത്താവ്, യേശുവിന്റെ കർത്താവ്, യേശുവിന്റെ കർത്താവ്, യേശുവിന്റെ കർത്താവ്. ഹല്ലേലൂയ. ഇത് യേശു കർത്താവിന്റെ ജനനത്തിനൊക്കെ മുൻപ് തന്നെ പ്രവാചകനായ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിനകത്ത് പ്രവാചകൻ വെളിപ്പെടുത്തിയിരിക്കുകയാണ്, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, അവൻ അത്ഭുത മന്ത്രി, വീരനായ ദൈവം, നിത്യപിതാവ്, സമാധാനത്തിന്റെ പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. ഞാൻ യേശു ജീവനുള്ള ദൈവപുത്രൻ എന്ന് ഈ പ്രപഞ്ചത്തിൽ, ഈ ഭൂമിയിൽ ആരൊക്കെ അത് വെളിപ്പെടുത്തി എന്നുള്ളത് മാത്രം ഒന്ന് പറയാൻ പോവുകയാണ്. ഒന്നാമതായി പിതാവായ ദൈവം ഇത് വെളിപ്പെടുത്തി. യേശു ജീവനുള്ള ദൈവമെന്നും അവൻ ദൈവത്തിന്റെ പുത്രനെന്നും. മത്തായി സുവിശേഷം 3-ാം അധ്യായം 17-ാം വാക്യം, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം ഉണ്ടായി. സ്വർഗത്തിലെ ദൈവം ഇത് വെളിപ്പെടുത്തുകയാണ്. യേശു ദൈവത്തിന്റെ പ്രിയപുത്രൻ, ഇവൻ എന്റെ പ്രിയപുത്രൻ. ഹല്ലേലൂയ. This is my beloved son. ഞാൻ അവനിൽ പ്രസാദിച്ചിരിക്കുന്നു. മത്തായി 17:5 കൂടെ ഒന്ന് നോക്കാവോ. അവൻ പറയുമ്പോൾ തന്നെ പ്രകാശമുള്ളൊരു മേഘം അവരുടെ മേൽ നിഴലിട്ടു. മേഘത്തിൽ നിന്ന്, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവങ്കൽ ഞാൻ പ്രസാദിക്കുന്നു, ഇവന് ചെവി കൊടുപ്പീൻ എന്നൊരു ശബ്ദമുണ്ടായി. അപ്പോൾ പിതാവായ ദൈവം പരസ്യമായി പ്രഖ്യാപിക്കുകയാണ്, ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ സൺ ഓഫ് ഗോഡ്. ദൂതന്മാർ ഇത് വെളിപ്പെടുത്തി, ദൈവദൂതന്മാർ ഇത് വെളിപ്പെടുത്തി. ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായം 32-ാമത്തെ വാക്യം, ദൂതൻ പറയുകയാണ് മറിയത്തോട്, അവൻ വലിയവനാകും, യേശു വലിയവനാകും. ഇത് ദൂതന്മാർ പറഞ്ഞതാണ്. ദൂതൻ പറഞ്ഞു, അവൻ വലിയവനാകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. And shall we call the son of the highest. ഹല്ലേലൂയ. അവനെ അത്യുന്നതന്റെ പുത്രൻ
എന്ന് വിളിക്കും. 35-ാമത്തെ വാക്യം കൂടെ നോക്കിയേ. അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. അപ്പോൾ പിതാവായ ദൈവം പരസ്യമായി വെളിപ്പെടുത്തി യേശു ദൈവപുത്രൻ. ദൂതന്മാർ വെളിപ്പെടുത്തുന്നു യേശു ജീവനുള്ള ദൈവപുത്രൻ. യേശു തന്നെ സെൽഫായും വ്യക്തിപരമായും ഒരു സാഹചര്യത്തിൽ ഇത് പറഞ്ഞു. അങ്ങനെ പലയിടത്തും കർത്താവ് ഇത് വെളിപ്പെടുത്താൻ ആഗ്രഹിച്ചില്ലായിരുന്നു. പിശാചും കർത്താവിൻ്റെ അടുക്ക വന്ന് ഇങ്ങനെ പറഞ്ഞായിരുന്നു. പിശാചിന് അറിയായിരുന്നു യേശു ദൈവമാണെന്നും ദൈവപുത്രനാണെന്നും. പിശാച് വന്ന് പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലിനോട് അപ്പമായി തീരാൻ കൽപ്പിക്കാന്നൊക്കെ പറഞ്ഞു. പക്ഷേ കർത്താവ് പിശാചിന്റെ മുമ്പിൽ അവനൊന്നും തെളിയിക്കാനില്ലായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ ഒരു സമയത്ത് യേശു കർത്താവ് ഇത് താൻ തന്നെ വെളിപ്പെടുത്തി. അത് യോഹന്നാൻ 10:36 ഞാൻ ദൈവത്തിന്റെ പുത്രൻ എന്ന് പറഞ്ഞതുകൊണ്ട് നീ ദൈവദൂഷണം പറയുന്നു എന്ന് പിതാവ് വിശുദ്ധീകരിച്ച് ലോകത്തിൽ അയച്ചവനോട് നിങ്ങൾ പറയുന്നുവോ? യേശു തന്നെ പറയുകയാണ്, ഞാൻ പിതാവിനാൽ വിശുദ്ധീകരിക്കപ്പെട്ട് ലോകത്തിലേക്ക് അയക്കപ്പെട്ടവനാണ്. ഞാൻ ദൈവത്തിന്റെ പുത്രൻ എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ദൈവദൂഷണം പറയുകയല്ല. അതിന് 35-36 വാക്യങ്ങൾ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായവരെ ദേവന്മാരെന്ന് പറഞ്ഞുവെങ്കിൽ തിരുവെഴുത്തിന് നീക്കം വന്നുകൂടായല്ലോ. 36-ാമത്തെ വാക്യത്തിൽ ഞാൻ ദൈവത്തിന്റെ പുത്രൻ എന്ന് പറഞ്ഞതുകൊണ്ട്, അപ്പോൾ യേശു തന്നെ പറഞ്ഞു, യേശു ആരാണ്? ദൈവത്തിന്റെ പുത്രൻ. ദൂതന്മാർ ഇത് ഡിക്ലെയർ ചെയ്യുന്നു, സ്വർഗം ഇത് ഡിക്ലെയർ ചെയ്യുന്നു, ഏഞ്ചൽസ് ഇത് ഡിക്ലെയർ ചെയ്യുന്നു. ഇതിലെല്ലാം ഉപരിയായി പൈശാചിക ലോകം, ഡീമോണിക് വേൾഡ് ഇത് വിശ്വസിക്കുകയും ഇത് പ്രഖ്യാപിക്കുകയും ചെയ്തു. വായിക്കാം ലൂക്കോസ് സുവിശേഷം 4-ാം അധ്യായം 41-ാം വാക്യം. അവിടെ എഴുതിയിരിക്കുന്നു, പലരിൽ നിന്നും ഭൂതങ്ങൾ നീ ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിലവിളിച്ചു പറഞ്ഞുകൊണ്ട് പുറപ്പെട്ടു പോയി. ഭൂതങ്ങൾ എന്താണ് യേശുവിനെ വിളിച്ചത്? നീ ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിലവിളിച്ചു പറഞ്ഞുകൊണ്ട് പുറപ്പെട്ടു പോയി. താൻ ക്രിസ്തു എന്ന് അവ അറിയുക കൊണ്ട്, പിശാചിനറിയാം അവൻ ക്രിസ്തുവാണെന്ന്, പിശാചിനറിയാം യേശു അഭിഷിക്തനാണെന്ന്, പിശാചിനറിയാം യേശു ദൈവവും ദൈവപുത്രനുമാണെന്ന്. അവ അറിയുക കൊണ്ട് മിണ്ടാൻ അവൻ സമ്മതിക്കാതെ അവയെ ശാസിച്ചു. പലപ്പോഴും ഞാനതാ നേരത്തെ പറഞ്ഞു, യേശു ദൈവമാണെന്നും ദൈവപുത്രനാണെന്നും വെളിപ്പെടുത്താൻ പലപ്പോഴും യേശു ആഗ്രഹിച്ചില്ല. അങ്ങനെ അത് വെളിപ്പെട്ടു പോയാൽ ദൈവത്തിന്റെ പദ്ധതി നടക്കില്ല, ക്രൂശീകരണം നടക്കില്ല. സ്വർഗീയ പദ്ധതികൾ ഈ ഭൂമിയിൽ ആ സമയത്ത് നിറവേറപ്പെടുകയില്ല. അതുകൊണ്ട് യേശു കർത്താവ് പലയിടത്തും ഒഴിഞ്ഞു മാറുന്നത് നമുക്കറിയാം. അപ്പവും മീനും വർദ്ധിപ്പിച്ചു കഴിഞ്ഞപ്പോൾ, വലിയ അത്ഭുതം അവിടെ നടന്നു കഴിഞ്ഞപ്പോൾ, ജനമെല്ലാം കൂടെ ചേർന്ന് യേശുവിനെ രാജാവാക്കുവാൻ ഭാവിച്ചു. എല്ലാവരും കൂടെ ചേർന്ന് ഡിസൈഡ് ചെയ്തു യേശുവിനെ രാജാവാക്കുവാൻ. ബൈബിൾ പറയുന്നു, അവൻ അവരുടെ ഇടയിൽ നിന്ന് ഒഴിഞ്ഞു പോയി മലയിൽ കയറി ആ രാത്രിയിൽ പിതാവിനോടുകൂടെ പ്രാർത്ഥനയിൽ സമയം ചെലവഴിച്ചു. കാരണം ജനം അവനെ രാജാവാക്കണ്ട, അവൻ അറിയാമായിരുന്നു അവൻ രാജാക്കന്മാരുടെ രാജാവും അവൻ രാജാതി രാജാവുമെന്ന്. ഹല്ലേലൂയ. അവൻ ദൈവമെന്ന്, അവൻ ദൈവപുത്രനെന്ന്. ഇനി മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 29-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെയും പൈശാചിക ലോകം, ഡിമോണിക് വേൾഡ്, യേശു ദൈവമെന്നും ദൈവപുത്രനെന്നും വെളിപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവർ നിലവിളിച്ചു, ദൈവപുത്ര, ഞങ്ങൾക്കും നിനക്കും തമ്മിൽ എന്ത്? സമയത്തിന് മുൻപേ ഞങ്ങളെ ദണ്ഡിപ്പിക്കുവാൻ ഇവിടെ വന്നുപോയി എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞത് ആരാന്നറിയാമോ? ലഗ്യോൻ ബാധിച്ചവൻ. 6000 ഭൂതങ്ങൾ ഒറ്റ ശബ്ദത്തിൽ കോറസായി ചേർന്ന് പറയുകയാണ്, ദൈവപുത്ര, സൺ ഓഫ് ഗോഡ്, സമയത്തിന് മുൻപേ നീ ഞങ്ങളെ ദണ്ഡിപ്പിക്കുവാൻ വന്നിരിക്കുന്നുവോ? കാരണം പിശാചുക്കൾക്ക് അറിയാം അവനെ തീർക്കേണ്ടത് യേശുവാണ്, അവനെ ജഡ്ജ് ചെയ്യുന്നത് യേശുവാണ്. കർത്താവായ യേശുവിന്റെ കൽപ്പനയാൽ ഒരു ദൂതൻ ഇറങ്ങി വന്ന ചെങ്ങലയാൽ ബന്ധിച്ച് ഇവറ്റകളെ തീപ്പൊയ്കയിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ഒരു ദിവസമുണ്ടാകും. സാത്താനും അവന്റെ കൂട്ടരും തീപ്പൊയ്കയിലേക്ക് വീഴുന്ന ഒരു ദിവസമുണ്ടാകും. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്, തന്റെ ദാസന്മാരെ രാപ്പകൽ അപവാദം പറയുന്ന അപവാദിയെ തീപ്പൊയ്കയിൽ തള്ളിയിട്ട് കളഞ്ഞല്ലോ. അപ്പോൾ
പൈശാചിക ലോകം വിളംബരം ചെയ്യുന്നു, യേശു ദൈവപുത്രൻ. ദൂതന്മാർ അനൗൺസ് ചെയ്യുന്നു, യേശു ദൈവപുത്രൻ. പിതാവ് വെളിപ്പെടുത്തുന്നു, അവൻ ദൈവപുത്രൻ. യേശു തന്നെ താനും ഒരിക്കൽ പറഞ്ഞു, താൻ ദൈവപുത്രൻ. യോഹന്നാൻ 1:18 ബൈബിളിൽ ഏറ്റവും മനോഹരമായ ഒരു വചനമാണത്. എല്ലാ വാക്യങ്ങളും ബ്യൂട്ടിഫുൾ ആണെങ്കിലും ഒത്തിരി ചിന്തിക്കേണ്ട ഒരു വാക്യമാണ്. യോഹന്നാൻ 1:18 ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, എന്നാൽ പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തെ ഈ ഭൂമിയിൽ വെളിപ്പെടുത്തിയവനാണ് കർത്താവായ യേശു ക്രിസ്തു. ദൈവത്തെ ഈ ഭൂമിയിൽ കാണിച്ചു തന്നവനാണ്. ആ ദൈവത്തിന്റെ സ്നേഹം എന്താണ്, കരുതൽ എന്താണ്, ശക്തി എന്താണ്, മഹത്വം എന്താണ്, പ്രവൃത്തി എന്താണ് എന്ന് വെളിപ്പെടുത്തിയവനാണ് യേശു. ഈ നീ ആരാകുന്നു കർത്താവേ എന്ന് ചോദിച്ച പുള്ളിയില്ലേ ശൗൽ, നീ ആരാകുന്നു കർത്താവ്, ഹൂ യു ആർ ലോർഡ് എന്ന് ചോദിച്ച മനുഷ്യനില്ലേ, പിൽക്കാലത്ത് അദ്ദേഹം തന്നെ വെളിപ്പാടിൽ എഴുതി അതിന്റെ ഉത്തരം. അന്ന് ആ ചോദ്യം ചോദിച്ചപ്പോൾ നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. എന്നാൽ പിന്നത്തേതിൽ പ്രാർത്ഥനയിൽ ആത്മതലങ്ങളിൽ 3-ാം സ്വർഗത്തോളമൊക്കെ എടുക്കപ്പെട്ട ഈ ദൈവ മനുഷ്യൻ, വെളിപ്പാടുകളുടെ ആധിക്യം ലഭിച്ചവൻ, അതിന്റെ ഉത്തരം പുള്ളി തന്നെ എഴുതി. കൊലോസ്യർ 1-ാം അധ്യായം 15 മുതൽ 22 വരെ യേശു ക്രിസ്തു അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമ. യേശു ക്രിസ്തു അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമ. ഞാൻ ചോദിക്കട്ടെ, ഒരാളുടെ പ്രതിമ കണ്ടാൽ നമ്മൾ ആരെ ഓർക്കും? ആ പ്രതിമ എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ മുഖമാണ്, ആ വ്യക്തിയുടെ രൂപമാണ്. യേശു കർത്താവ് അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും എന്ന് പൗലോസ് പറയുമ്പോൾ, യേശുവിനെ കാണുമ്പോൾ നമ്മൾ കാണുന്നത് ജീവനുള്ള ദൈവത്തെയാണ്. അവൻ സർവ സൃഷ്ടിക്കും ആദ്യജാതനാണ്. അതുകൊണ്ടാണ് യഹൂദന്മാർ യേശുവിനോട് ചോദിച്ചില്ലേ, നീ അബ്രഹാമിനെ കണ്ടിട്ടുണ്ടോ? അബ്രഹാം ആരെന്നെങ്കിലും നിനക്കറിയാമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ യേശു പറഞ്ഞു, ആമീൻ ആമീൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, അബ്രഹാം ജനിക്കുന്നതിനൊക്കെ മുമ്പേ ഞാനുണ്ട്. ഹല്ലേലൂയ. ആദി മുതൽ ഹല്ലേലൂയ. അവൻ സർവ സൃഷ്ടിക്കും ആദ്യജാതനാകുന്നു. 16-ാമത്തെ വാക്യം, സ്വർഗത്തിലുള്ളത്, ഭൂമിയിലുള്ളത്, ദൃശ്യമായത്, അദൃശ്യമായത്, സിംഹാസനങ്ങൾ, കർത്തൃത്വങ്ങൾ, വാഴ്ചകൾ, അധികാരങ്ങൾ, സകലവും, എല്ലാവരും പറഞ്ഞു സകലമല്ല, സകലവും യേശു മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. യേശു മുഖാന്തരവും യേശുവിനായും സകലവും സൃഷ്ടിക്കപ്പെട്ടു. ഹല്ലേലൂയ. 17-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, യേശു സർവത്തിനും മുമ്പേ ഉള്ളവൻ, യേശു സകലത്തിനും ആധാരമായിരിക്കുന്നു. 18-ാമത്തെ വാക്യം, യേശു സഭ എന്ന ശരീരത്തിന്റെ തലയുമാകുന്നു. സകലത്തിലും യേശു മുൻപനാകേണ്ടതിന് യേശു കർത്താവ് ആരംഭവും മരിച്ചവർ ഇടയിൽ നിന്ന് ആദ്യനായി എഴുന്നേറ്റവനുമാകുന്നു. യേശുവിൽ സർവസമ്പൂർണതയും വസിപ്പാനും യേശു ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് യേശു കർത്താവ് മുഖാന്തിരം സമാധാനമുണ്ടാക്കി. ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും യേശു ക്രിസ്തുവിനെ കൊണ്ട് നിരപ്പിക്കുവാൻ പിതാവിന് പ്രസാദം തോന്നി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു ആര് എന്ന് മുൻപേ ദുഷ്പ്രവർത്തികളാൽ മനസ്സുകൊണ്ട് അകന്നവരും ശത്രുക്കളുമായിരുന്ന നിങ്ങളെ യേശുവിന്റെ മുൻപിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് യേശു കർത്താവ് ഇപ്പോൾ തന്റെ ജഡശരീരത്തിൽ തന്റെ മരണത്താൽ നിരപ്പിച്ചു. ആകാശത്തിന് കീഴെ സകല സൃഷ്ടികളുടെയും ഇടയിൽ ഘോഷിച്ചും പൗലോസ് എന്ന ഞാൻ ശുശ്രൂഷകനായി തീർന്നും നിങ്ങൾ കേട്ടുമിരിക്കുന്ന സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരതയുള്ളവരും വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ടാൽ അങ്ങനെ യേശു കർത്താവിന്റെ മുൻപിൽ നിങ്ങൾ നിൽക്കും. യേശു ക്രിസ്തു ആര് എന്നുള്ള ഒരു റെവലേഷൻ
അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ കൊലോസ്യർ 1 നമുക്ക് നൽകി തന്നു അല്ലേ? ഇനി കൊലോസ്യർ 2 വന്നേ. വീണ്ടും പറയുന്നു, തീരത്തിൽ ഇത് യേശു ആരെന്നുള്ള തൻ്റെ റെവലേഷൻ, നീ ആരാകുന്നു കർത്താവ് എന്ന് ചോദിച്ച മനുഷ്യന് നല്ല വൃത്തിയായിട്ട് കർത്താവ് വെളിപ്പെടുത്തി കൊടുത്തു താൻ ആരാണ്. ഹല്ലേലൂയ. 2-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം നോക്കിയേ. യേശു ക്രിസ്തുവിലല്ലോ ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. അപ്പൊ അവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, യേശു കർത്താവ് പകുതി ദൈവവും പകുതി മനുഷ്യനുമല്ല. യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഒരു ഭാഗത്ത് താൻ പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവമായിരുന്നു. എന്നാൽ ഇപ്പോൾ കൊലോസ്യർ 2:9 പ്രകാരം മനസ്സിലാക്കണം, യേശുവിലാണ് ദൈവത്തിന്റെ സർവ സമ്പൂർണതയും. അപ്പോൾ വാ തുറന്ന് പറയണം, യേശു പൂർണ്ണതയുള്ള ദൈവം, പൂർണ്ണതയുള്ള ദൈവം. യേശു പരിപൂർണനായ ദൈവം, പരിപൂർണനായ ദൈവം. യേശുവിലല്ലോ ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. ദൈവത്തിന്റെ പൂർണ്ണത, ഹല്ലേലൂയ, ഫുൾനെസ്, പൂർണ്ണത യേശുവിലുണ്ട്. ഹല്ലേലൂയ. യേശു ക്രിസ്തു ഞങ്ങൾക്ക് പ്രവാചകന്മാരിൽ ഒരു പ്രവാചകനല്ല. യേശു ക്രിസ്തു ഞങ്ങൾക്കൊരാൾ ദൈവമല്ല. യേശു ക്രിസ്തു ഞങ്ങൾക്കൊരു മനുഷ്യനല്ല. യേശു ക്രിസ്തു ഞങ്ങളുടെ കർത്താവാണ്. യേശു ക്രിസ്തു ദൈവത്തിന്റെ പരിപൂർണതയുള്ള ദൈവമാണ്, പൂർണ്ണനാണ്, ഫുൾനെസ് ആണ്, നിറവാണ്. 10-ാമത്തെ വാക്യം നോക്കിയേ. 10-ാമത്തെ വാക്യത്തിൽ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ യേശുവിൽ നിങ്ങളും പരിപൂർണരാകുന്നു. യേശു കർത്താവിൽ നാം വരുമ്പോൾ, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ, ഹല്ലേലൂയ, നമ്മൾ പലപ്പോഴും പലരും പറയുന്നൊരു കാര്യമില്ല, ഇവിടെ ആരാ പൂർണ്ണരായിട്ടുള്ളത്, ആരാ ഇവിടെ പരിപൂർണരായിട്ടുള്ളത്? മാനുഷിക തലങ്ങളിൽ അത് ആ ചിന്ത കറക്റ്റ് ആയിരിക്കാം. പക്ഷേ യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച നിങ്ങൾ ഓരോരുത്തരും തലയായ ക്രിസ്തു, നിങ്ങളുടെ ഹെഡ്, നിങ്ങളുടെ ശിരസ്, നിങ്ങളുടെ തല ക്രിസ്തുവാണ് എങ്കിൽ അവനിൽ, ക്രിസ്തുവിൽ നിങ്ങളും പൂർണ്ണരായിരിക്കുന്നു. 12-ാമത്തെ വാക്യം നോക്കി. സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടെ അടക്കപ്പെടുകയും യേശുവിനെ മരിച്ചവർ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്തിൽ അവനോടുകൂടെ നിങ്ങളും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. യേശു നേടിയെടുത്തതെല്ലാം തന്റെ മക്കൾക്ക്, സഭയ്ക്ക് താൻ കൈമാറ്റം ചെയ്തു. അതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. വിശ്വസിക്കുന്നവർക്ക് അവൻ കൈമാറ്റം ചെയ്തു. 13-ാമത്തെ വാക്യം നോക്കി. 13-ാമത്തെ വാക്യം, അതിക്രമങ്ങളിലും നിങ്ങളുടെ ജഡത്തിന്റെ അഗ്രചർമ്മത്തിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ അവനോടുകൂടെ, യേശുവിനോടുകൂടെ ജീവിപ്പിച്ചു. പറയണം, ഈ വാക്ക് പറയണം, വചനം വാഗൊണ്ട് പറയണം. ജീവിപ്പിച്ചു. ഹല്ലേലൂയ. 14-ാമത്തെ വാക്യം, അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ സ്വന്തം കൈ നെഞ്ചത്ത് വെച്ചുകൊണ്ട് പറയണം, എനിക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് മായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. 15-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ അവൻ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യ കാഴ്ചയാക്കി. നീ ആരാകുന്നു കർത്താവേ എന്ന അറിവില്ലായ്മയുടെ കാലത്ത് നിലത്ത് വീണ് കിടന്നുകൊണ്ട് കർത്താവായ യേശുവിനോട് ചോദിച്ച ഈ മനുഷ്യൻ, അന്ന് കർത്താവ് ഇതൊന്നും വെളിപ്പെടുത്തി കൊടുത്തില്ലെങ്കിലും പിൽക്കാലത്ത് ഒരു അകാല പ്രജ പോലെ ദൈവത്തിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഈ ദൈവമനുഷ്യൻ ഒരു വെളിപ്പാടിന്റെ കലവറയായി മാറി. യേശു ആര് എന്ന് വ്യക്തമായി മനുഷ്യന്, സഭയ്ക്ക് പൗലോസ് വെളിപ്പെടുത്തി കൊടുത്തു. ഈ വെളിപ്പാടിൽ വേണം നമ്മൾ ജീവിക്കുവാൻ. നമ്മൾ ആരെയാ വിശ്വസിക്കുന്നതെന്ന് നമ്മൾ അറിയണം. ഈ കാരണം കൊണ്ടാണ് പ്രതിസന്ധിയുടെ നടുവിലും പ്രതികൂലത്തിന്റെ നടുവിലും സിംഹത്തിന്റെ മുൻപിലും പ്രതികൂലത്തിലും നിന്ദയിലും കാരാഗ്രഹത്തിലും
വെല്ലുവിളികളിലും ഒക്കെ പൗലോസ് പറഞ്ഞത്, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ആമേൻ. ഞാൻ അറിയുന്നു. Amen. ആരാ എന്നെ വിളിച്ചതെന്ന് എനിക്കറിയാം. ഞാൻ ആരെയാ വിശ്വസിച്ചേക്കുന്നതെന്ന് എനിക്കറിയാം. ഞാൻ ആരെയാ വിശ്വസിച്ചേക്കുന്നതെന്ന് അറിയണമെങ്കിൽ ഒന്ന് എഴുതി വെച്ചോ. കൊലോസ്യർ 1:15 മുതൽ 22 വരെ, കൊലോസ്യർ 2:9 മുതൽ 15 വരെ മനസ്സിരുത്തി വായിക്കണം, മനസ്സിരുത്തി പഠിക്കണം. നിങ്ങൾ ആരെയാ വിശ്വസിച്ചേക്കുന്നതെന്ന് അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. Amen. Hallelujah. ഹല്ലേലൂയ, Amen. ഹല്ലേലൂയ. ഇനി എനിക്ക് അതിനകത്ത് ഏറ്റവും ശക്തമായി തോന്നിയ വാക്യം കൊലോസ്യർ 2:9 അവനിലല്ലോ ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. ഈ യേശുവേ എന്നൊക്കെ വിളിക്കുമ്പോൾ അതിനകത്തൊരു വലിയ ആവേശം ഉണ്ടാകണം, അതിനകത്ത് വലിയൊരു എനർജി ഉണ്ടാകണം, അതിനകത്ത് ഭയങ്കര ഒരു സന്തോഷം ഉണ്ടാകണം. ഈ കർത്താവിനെ അറിയാൻ, ഈ സത്യ ദൈവത്തെ അറിയാൻ ലഭിച്ചത് വലിയൊരു ഭാഗ്യമായി. ജ്ഞാനികൾക്കും വിവേകികൾക്കും മറവായിരുന്നതിനെ ശിശുക്കളായ നമുക്കവൻ വെളിപ്പെടുത്തി തന്നതിന് സ്തോത്രം ചെയ്യണം. ഈ യേശു കർത്താവിന്റെ അവതാര ഉദ്ദേശം, അല്ലെങ്കിൽ യേശു എന്തിനാണ് ഈ ഭൂമിയിൽ വന്നത്? ദൈവം വേഷത്തിൽ മനുഷ്യനായി എന്തിനു വേണ്ടിയാണ് ഈ ഭൂമിയിൽ വന്നത്? എബ്രായർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 14-15 വാക്യങ്ങൾ. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് യേശു കർത്താവും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെ അവൻ വിടുവിച്ചു. ഞാനും നിങ്ങളും ജഡവും രക്തവുമുള്ള ജഡരക്തങ്ങളോട് കൂടിയവർ ആയതിനാൽ അവനും യേശുവും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി ഈ ഭൂമിയിൽ വന്നു. ഹല്ലേലൂയ. നമ്മളെ പോലെ യേശു കർത്താവിന് വിശന്നു. യേശു കർത്താവിൻ്റെ അവൻ മനുഷ്യപുത്രൻ എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മെ പോലെ യേശുവിന് വിശന്നു. ക്രൂശിൽ കിടന്ന് കർത്താവ് പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു. നമ്മെ പോലെ അവൻ ദാഹിച്ചു. യേശു ദേവാലയത്തിനകത്ത് കയറി അവിടുത്തെ തിന്മയും അനീതിയും കണ്ടപ്പോൾ അവന് കോപമുണ്ടായി, ദേഷ്യം വന്നു. അവൻ ചാട്ടവാർ എടുത്ത് ദേവാലയത്തിലുള്ളവരെ അടിച്ച് പുറത്തിറക്കി. ദേഷ്യമുണ്ടായി, നമ്മളെ പോലെ ദേഷ്യം വന്നു. മാർത്തയും മറിയയും കരയുന്നത് കണ്ടപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ സംഭവവും ബൈബിളിലെ ഏറ്റവും ചെറിയ വാക്യവും യോഹന്നാൻ 11:35 യേശു കണ്ണുനീർ വാർത്തു, ദൈവം കരഞ്ഞു. ഹല്ലേലൂയ. അവൻ കരഞ്ഞു, യേശു കരഞ്ഞു. നമ്മെ പോലെ യേശു വിശന്നു, നമ്മെ പോലെ യേശു ദാഹിച്ചു, നമ്മെ പോലെ യേശു നിന്ദിതനായി, നമ്മെ പോലെ യേശു പരിഹാസങ്ങൾ കേട്ടു, നമ്മെ പോലെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില സമയത്തൊക്കെ നമ്മൾ പറയുന്നത് പോലൊക്കെ, ചിലർ പറയുന്ന പോലെ യേശുവും പറഞ്ഞു, പിതാവേ നീ എന്നെ കൈവിട്ടതെന്ത്, ദൈവവും എന്നെ മറന്നു കളഞ്ഞോ എന്നൊക്കെ ചിന്തിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഒരു ഭാഗത്ത് ഞാൻ നോക്കുമ്പോൾ അവൻ ഈ ഭൂമിയിൽ മനുഷ്യപുത്രനായിരുന്നു. എന്നാൽ അവൻ കടലിന്റെ മുകളിലൂടെ നടന്നു. അത് മനുഷ്യന് ചെയ്യാൻ പറ്റുന്നതല്ല. അവിടെ ഞാൻ യേശുവിന്റെ ദൈവീകത്വത്തെ ഞാൻ കാണുകയാണ്. കടലിന്റെ മുകളിലൂടെ നടന്നു. മരിച്ചുപോയ ഒരു ചെറുപ്പക്കാരനെ 4 ദിവസം കഴിഞ്ഞ് കല്ലുരുട്ടി മാറ്റി. ലാസറെ പുറത്തു വാ എന്ന് പറഞ്ഞപ്പോൾ 4 ദിവസം മുമ്പ് അടക്കിയ ഒരു ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് നടന്നു വന്നു. മനുഷ്യന് ചെയ്യാൻ പറ്റുന്നതാണോ? അല്ല. കണ്ണില്ലാത്ത അന്ധന് കാഴ്ച കൊടുത്തു, കേൾക്കാൻ മേലാത്തവന് കേൾവി കൊടുത്തു. കൈ കുറുകിപ്പോയവന്റെ ആ കൈ, വരണ്ട കൈയുള്ളവന്റെ കൈ നീട്ടുക എന്ന് കൽപ്പിച്ചു. വരണ്ട കൈയുള്ളവന് സൗഖ്യം പ്രാപിച്ചു. കൂനയായ സ്ത്രീയെ അവൻ നിവർത്തി നിർത്തി. കേവലം 5 അപ്പവും 2 മീനും
കയ്യിലെടുത്ത് വെച്ച് ഉയർത്തി സ്തോത്രം ചെയ്തപ്പോൾ Amen. 10,000-ങ്ങളായി അത് വർദ്ധിച്ചു. Yes. Amen. അത് വർദ്ധിച്ചു. Amen. അവന്റെ വസ്ത്രത്തിന്റെ തൊങ്കൽ തൊട്ട സ്ത്രീ വരെ Amen. ശക്തി പുറപ്പെട്ട് സൗഖ്യം പ്രാപിച്ചു. Hallelujah. ഒരു വിധവയായ സ്ത്രീക്ക് ഒരേ ഒരു മകനുണ്ടായിരുന്നു നയീൻ എന്ന പട്ടണത്തിൽ. ആ കുഞ്ഞിനെ അടക്കുവാൻ വേണ്ടി നഗരവാതിക്കൽ വരുമ്പോൾ ആ നയീൻ എന്ന പട്ടണവാതിക്കൽ വെച്ച് ആ വിലാപയാത്ര കടന്നു വരുമ്പോൾ ആ മഞ്ചത്തിൽ തൊട്ട് മരിച്ച കുഞ്ഞിനെ കർത്താവ് ഉയർപ്പിച്ചു. ആ കുഞ്ഞ് സംസാരിച്ചു. Amen. കിണറ്റിൽ കിടന്ന പച്ചവെള്ളത്തെ വീഞ്ഞാക്കി മാറ്റി. ഇതെല്ലാം യേശുവിന്റെ ദൈവീകത്വത്തെ, അവൻ ദൈവമാണെന്നുള്ള സത്യത്തെ വെളിപ്പെടുത്തുന്നു. മറുഭാഗത്ത് വിശന്നത്, ദാഹിച്ചത്, കരഞ്ഞത്, പരിഹാസമേറ്റത്, നിന്ദകളിലൂടെ കടന്നുപോയത് Amen. മനുഷ്യപുത്രനായി അവൻ നിലകൊള്ളുന്നു. Yes. Amen. അവൻ പൂർണ്ണ മനുഷ്യനായി, Amen. അവൻ പൂർണ്ണ ദൈവമായി ഈ ഭൂമിയിൽ വാണു. Amen. എന്നാൽ ഇനി അവൻ മടങ്ങി വരുന്നുണ്ട്. ഇനി അവൻ മടങ്ങി വരുന്നത് മനുഷ്യപുത്രനായിട്ടല്ല, രാജാതിരാജാവ് കർത്താതി കർത്താവുമായി യേശു മടങ്ങി വരുന്നുണ്ട്. തന്നെ കാത്തിരിക്കുന്നവരുടെ പ്രത്യക്ഷതയ്ക്കായി അവൻ വീണ്ടും മടങ്ങി വരുന്നു. Hallelujah. അപ്പോൾ മക്കളാകുന്ന നമ്മൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും നമ്മെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി നമ്മോടൊപ്പം നടന്നു, നമ്മോടൊപ്പം ഭക്ഷിച്ചു, നമ്മയെല്ലാം മനസ്സിലാക്കി. ഇതാണ് ദൈവത്തിന്റെ ഏറ്റവും വലിയ, യേശുവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതാണ്, പാപം ഒഴികെ അവൻ സകലത്തിലും നമുക്ക് തുല്യനായി. അതുകൊണ്ട് എന്നാ ഗുണം? അതിന്റെ ഗുണം എന്നാന്ന് പറയാം. ഈ രോഗങ്ങളിലൂടെ കടന്നുപോയി സൗഖ്യം പ്രാർത്ഥിച്ച ഒരു മനുഷ്യന് മാത്രമേ മറ്റൊരു രോഗിയെ കാണുമ്പോൾ ആ വ്യക്തി എന്താ അനുഭവിക്കുന്നതെന്ന് ശരിക്കും മനസ്സിലാകത്തുള്ളൂ. നിന്ദയും അപമാനവും ഏറ്റവന് മാത്രമേ ചെയ്യാത്തതും കാണാത്തതും മനസ്സിലാക്കാത്തതും ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത കാര്യങ്ങളിൽ പരിഹാസങ്ങൾ ഏറ്റവർക്ക് മാത്രമേ പരിഹാസങ്ങളിലൂടെ, നിന്ദയിലൂടെ ഒരാൾ കടന്നു പോകുമ്പോൾ അവൻ്റെ വേദന എന്താണ്, അവൻ്റെ പ്രയാസം എന്തായിരിക്കും എന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. വിശന്ന്, നല്ല വിശന്ന് പട്ടിണി കിടന്നിട്ടുള്ളവന് മാത്രമേ മറ്റൊരുത്തൻ്റെ വിശപ്പിനെ ശരിക്കും എന്താന്ന്, വിശപ്പിൻ്റെ വില എന്താന്ന് മനസ്സിലാക്കാൻ പറ്റും. പാപമൊഴികെ അവൻ സകലത്തിലും നമുക്ക് തുല്യനായി ഈ ഭൂമിയിൽ കടന്നു പോയിട്ടുണ്ട്. നിന്ന എന്താണ്, പ്രശ്നം എന്താണ്, പ്രയാസം എന്താണ്, കഷ്ടത എന്താണ്, പട്ടിണി എന്താണ്, പരിഹാസം എന്താണ്, ഇതെല്ലാം യേശുവിനറിയാം. യേശുവിനെ നിങ്ങളെ നന്നായി അറിയാം. മകളെ, കർത്താവ് നിങ്ങളെ മനസ്സിലാക്കുന്നത് പോലെ ഈ ലോകത്തിൽ ആർക്കും നിങ്ങളെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. കർത്താവ് നിങ്ങളെ നിങ്ങൾ പറയുന്നു, ഞാൻ എൻ്റെ കുടുംബത്തിൽ റിജക്റ്റഡ് ആണ്, ഞാൻ ഒത്തിരി തിരസ്കരിക്കപ്പെട്ട വ്യക്തിയാണ്, ആരും എന്നെ മനസ്സിലാക്കുന്നില്ല, എല്ലാവരും എന്നെ തെറ്റിദ്ധരിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ, അന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ തെറ്റിദ്ധരിക്കപ്പെട്ട വ്യക്തി ആരാണ്? യേശുവാണ്. യേശു കർത്താവിനെ തെറ്റിദ്ധരിപ്പിക്കുവാൻ ഭയങ്കര ശ്രമങ്ങൾ നടത്തിയില്ലേ? ഏറ്റവും ഒടുവിൽ മരിച്ച് കർത്താവിനെ കല്ലറയിൽ അടക്കി 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റിട്ട് പോലും മത്തായി സുവിശേഷം 28 എഴുതിയിട്ടുണ്ട്, അന്നത്തെ കാലത്തെ മതപുരോഹിതന്മാരും യഹൂദന്മാരോട് ചേർന്ന് കാവൽ നിന്ന പടയാളികൾക്ക്, പട്ടാളക്കാർക്ക് കാശ് കൊടുത്തിട്ട്, കൈക്കൂലി കൊടുത്തിട്ട് അവരെയും കൊണ്ട് പറയിച്ചു, അവൻ ഉയർത്തെഴുന്നേറ്റാണെന്നൊന്നും ആരോടും പോയി പറഞ്ഞേക്കരുത്, രാത്രിയിൽ അവൻ്റെ ശിഷ്യന്മാർ വന്ന് അവനെ കട്ടോണ്ട് പോയതാണെന്നേ പറയാവൂ. അങ്ങനെയും തെറ്റിദ്ധരിപ്പിച്ചു. അപ്പോൾ നിങ്ങളെ ഒരാൾ തെറ്റിദ്ധരിക്കുന്നെങ്കിൽ അതിൻ്റെ വേദന യേശുവിനറിയാം. അവനെ ഒത്തിരി പേർ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. നിങ്ങളെ ഒരാൾ അവഗണിക്കുന്നെങ്കിൽ യേശു ഒത്തിരി അവഗണനകളിലൂടെ പോയിട്ടുണ്ട്. നിങ്ങളെപ്പോലെ എല്ലാ കഷ്ടതകളും വേദനകളും പാപമൊഴികെ സകലത്തിലും സർവത്തിലും അവൻ നമുക്ക് തുല്യനാണ്. യേശു നിങ്ങളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു. നിങ്ങളുടെ കണ്ണിൽ നിന്ന് ഒഴുകിയ കണ്ണുനീര് എന്തിനാണ് എന്ന് യേശുപ്പയ്ക്ക് അറിയാം. നിങ്ങളിപ്പോൾ കരയുന്ന എന്തിനാന്ന് യേശുവിനറിയാം. നിങ്ങളുടെ ഒറ്റപ്പെടൽ, നിങ്ങളിങ്ങനെ ആ എടുത്തു വിട്ടൊരു ദീർഘശ്വാസമില്ലേ, ആ നെടുവീർപ്പ്, അതുപോലും യേശു റീഡ് ചെയ്യുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. ഇത്ര നല്ല കർത്താവിനെ സേവിക്കാൻ ഭാഗ്യം ലഭിച്ചവരുന്ന കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാവോ? മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരായതുകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി
ഹല്ലേലൂയ. ഞാനൊരു ഉദാഹരണം പറയാം. എന്തുകൊണ്ട് ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്നു? മനുഷ്യനോട് സംസാരിക്കാൻ മനുഷ്യനായി വന്നേ പറ്റത്തുള്ളൂ. മോശെ ഒരിക്കൽ ദൈവത്തോട് പറഞ്ഞു, എനിക്ക് നിന്നെ കാണണം. പക്ഷെ ദൈവം മോശയോട് പറഞ്ഞു, നീ എന്നെ കണ്ടാൽ പിന്നെ നിനക്ക് ജീവിച്ചിരിക്കാൻ പറ്റത്തില്ല. ആ ദൈവത്തിന് മനുഷ്യരുടെ കൂടെ നടക്കാൻ പറ്റണമെങ്കിൽ, ആ ദൈവത്തിന് മനുഷ്യരുടെ കൂടെ ഭക്ഷിക്കാൻ കഴിയണമെങ്കിൽ, ആ ദൈവത്തിന് മനുഷ്യരെ മനസ്സിലാക്കാൻ കഴിയണമെങ്കിൽ മനുഷ്യരുടെ ഇടയിലേക്ക് ഇറങ്ങി. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി മരണഭീതിയിൽ അടിമകളായിരുന്നവരെയൊക്കെയും അവൻ വിടുവിച്ചു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ മരണഭീതികളും മാറിപ്പോകട്ടെ, എല്ലാ ഭയങ്ങളും മാറിപ്പോകട്ടെ, എല്ലാ ആങ്സൈറ്റി പൊട്ടിപ്പോകട്ടെ, എല്ലാ ആകുലതകളും വിട്ടുപോകട്ടെ, എല്ലാ അഡിക്ഷനുകളും എല്ലാ അടിമത്വങ്ങളും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്റെ ജനത്തെ വിട്ടുമാറട്ടെ. യേശു ആരാണ്? അവൻ ജീവനുള്ള ദൈവമാണ്, ദൈവപുത്രനാണ്. യേശു ശലോമോനേക്കാൾ വലിയവൻ. പറഞ്ഞ എല്ലാവരും, മത്തായി 12:42 വാക്യം. തെക്കേ രാജ്ഞി ന്യായവിധിയിൽ ഈ തലമുറയോട് ഒന്നിച്ച് ഉയർത്തെഴുന്നേറ്റ് അതിനെ കുറ്റം വിധിക്കും. അവൾ ശലോമോന്റെ ജ്ഞാനം കേൾപ്പാൻ, വായിച്ചോ, ഭൂമിയുടെ അറുതികളിൽ നിന്ന് വന്നുവല്ലോ. ഇവിടെ ഇതാ ശലോമോനിലും വലിയവൻ. ഇവിടെ ഇതാ ശലോമോനിലും വലിയവൻ. ജ്ഞാനവും പ്രതാപവും സമാധാനപരമായ ഭരണവും കൊണ്ട് ജനത്തെ നയിച്ചവനാണ് ശലോമോൻ. എന്നാൽ ശലോമോന്റെ ജ്ഞാനവും ധനവും നശിച്ചുപോയി. യേശു ക്രിസ്തുവിന്റെ ജ്ഞാനവും ധനവും പ്രശസ്തിയും ഇന്നും നിലനിൽക്കുന്നു. യേശു തന്നെ ധനവും ജ്ഞാനവും ഉള്ളവനായിരിക്കുന്നു. ശലോമോൻ മരണപ്പെട്ടു, യേശു മരണത്തെ ജയിച്ചു ഉയർത്തെഴുന്നേറ്റു. യേശു ശലോമോനേക്കാൾ വലിയവൻ. യേശു ക്രിസ്തു മോശയേക്കാൾ വലിയവൻ. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല, പക്ഷെ അതാണ് സത്യം. അതാണ് ബൈബിൾ തരുന്ന സത്യം. വാ തുറന്ന് പറഞ്ഞ്, യേശു ക്രിസ്തു മോശയേക്കാൾ വലിയവൻ. മോശ ഇസ്രായേൽ ജനതയുടെ വിമോചകനായിരുന്നെങ്കിൽ യേശു ക്രിസ്തു മാനവകുലത്തിന്റെ മുഴുവൻ വിമോചകനാണ്. മോശ ദൈവിക ദർശനം ലഭിച്ചവനായിരുന്നെങ്കിൽ യേശു ക്രിസ്തു ദൈവത്തോടു കൂടെ ദൈവമായിരുന്നവനാണ്. മോശ ദൈവത്താൽ വിളിക്കപ്പെട്ടവനായിരുന്നെങ്കിൽ യേശു ക്രിസ്തു ദൈവത്താൽ അയക്കപ്പെട്ടവനായിരുന്നു. മോശ പ്രവാചകനായിരുന്നെങ്കിൽ യേശു ക്രിസ്തു പ്രവാചകനേക്കാൾ വലിയവനായിരുന്നു. മോശ ഇസ്രായേൽ ജനത്തെ കനാനിലേക്ക് മാത്രം നയിച്ചവനാണെങ്കിൽ യേശു ക്രിസ്തു മാനവകുലത്തെ മുഴുവൻ സ്വർഗത്തിലേക്ക് നയിച്ചവനാണ്. മോശ ദൗത്യകനാണെങ്കിൽ ക്രിസ്തു സ്വർഗീയനാണ്. മോശ സൃഷ്ടിയാണ്, യേശു ക്രിസ്തു സ്രഷ്ടാവാണ്. മോശ ഭൃത്യനാണ്, ക്രിസ്തു പുത്രനും അവകാശിയുമാണ്. മോശ ഭവനം ചമച്ചവനല്ല, ക്രിസ്തു ഭവനം ചമച്ചവനാണ്. മോശ മരണപ്പെട്ടു, ക്രിസ്തു മരണത്തെ ജയിച്ചു ഉയർത്തെഴുന്നേറ്റു. മോശ ഈ ഭൂമിയിൽ യേശു ക്രിസ്തുവിനെ സന്ദർശിച്ചു. എന്നാൽ യേശു ക്രിസ്തു മോശ തുടങ്ങി സകല പ്രവാചകന്മാരെയും പാതാളത്തിൽ നിന്ന് ഉദ്ധരിച്ചു. യേശു മോശയേക്കാൾ വലിയവനാണ്. യേശു ക്രിസ്തു ദാവീദിനേക്കാൾ വലിയവനാണ്. യേശു ക്രിസ്തു യാക്കോബിനേക്കാൾ വലിയവനാണ്. യേശു ക്രിസ്തു യോശുവായേക്കാൾ വലിയവനാണ്. യേശു ക്രിസ്തു അബ്രഹാമിനേക്കാൾ വലിയവനാണ്. യേശു ക്രിസ്തു ആദാമിനേക്കാൾ വലിയവനാണ്. ഹല്ലേലൂയ. ആദാമിനേക്കാൾ വലിയവനാണ്. താങ്ക് യു ജീസസ്. കാരണം ആദാമിലെല്ലാവരും പാപികളായി, ക്രിസ്തുവിലെല്ലാവരും ജീവൻ പ്രാപിച്ചു. ഒന്നാം ആദം ഭൗമികനായിരുന്നു, ഒടുക്കത്തെ ആദം സ്വർഗീയനായിരുന്നു. ചേർന്നൊരാമീൻ പറഞ്ഞാൽ. റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 17-ാം വാക്യം. ഏകന്റെ ലംഘനത്താൽ മരണം ആ ഏകൻ നിമിത്തം വാണുവെങ്കിൽ കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശു ക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും.
ജീവനിൽ വാഴും. ഹല്ലേലൂയ. യേശുവിൽ വിശ്വസിക്കുന്നവർ ജീവനിൽ വാഴും. ഞാൻ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു. ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ യേശുവിൽ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ആ കരങ്ങളെ ഒന്ന് ഉയർത്തിപ്പിടിക്കുക. യേശു ക്രിസ്തു ദൂതന്മാരെക്കാൾ വലിയവൻ. ഒന്ന് പറഞ്ഞേ, യേശു ക്രിസ്തു ദൂതന്മാരെക്കാൾ വലിയവൻ. ഹല്ലേലൂയ. എബ്രായർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 3 മുതലുള്ള വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, അവൻ യേശു അവന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനുമാകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയോടെ വലത്തുഭാഗത്തിരിക്കുകയും അവൻ ദൈവദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമത്തിന്, പറഞ്ഞ യേശു ദൈവദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമത്തിന് അവകാശിയായതിന് അവരെക്കാൾ ശ്രേഷ്ഠനായി തീർന്നു. ഹല്ലേലൂയ. ഇനി അതിന്റെ 6-ാം വാക്യത്തിൽ വരുമ്പോൾ രംഗം മാറുകയാണ്. ആദ്യജാതനെ പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവത്തിന്റെ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണമെന്ന് താൻ അരുളി ചെയ്യുന്നു. ദൈവത്തിന്റെ സകല ദൂതന്മാരും യേശുവിനെ നമസ്കരിക്കുന്നു. ഹല്ലേലൂയ. വെളിപ്പാടിന്റെ പുസ്തകം 4-ാം അധ്യായം 8, 9, 10, 11 വാക്യത്തിലേക്ക് വരുമ്പോൾ അങ്ങ് സ്വർഗത്തിൽ ദൂതന്മാർ രാപകൽ യേശുവിനെ ആരാധിക്കുന്നു നമുക്ക് കാണാൻ കഴിയുന്നു. ഒന്ന് കരങ്ങളെ ഉയർത്തിയേ. ദൂതന്മാരെക്കാൾ വലിയവൻ, പ്രവാചകന്മാരെക്കാൾ വലിയവൻ, ശലോമോനേക്കാൾ വലിയവൻ, ആദത്തേക്കാൾ വലിയവൻ, ദാവീദിനേക്കാൾ യേശു വലിയവൻ, യാക്കോബിനേക്കാൾ യേശു വലിയവൻ, യോശുവായേക്കാൾ യേശു വലിയവൻ, അബ്രഹാമിനേക്കാൾ യേശു വലിയവൻ, മോശയേക്കാൾ യേശു വലിയവൻ, ഓ ശലോമോനേക്കാൾ യേശു വലിയവൻ, യേശു വലിയവൻ, യേശു വലിയവൻ. വായ്കൾ തുറന്ന് യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങേ പോലെ ആരുമില്ല, അങ്ങേ പോലെ ആരുമില്ല. യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങേ പോലെ ആരുമില്ല, അങ്ങേ പോലെ ആരുമില്ല. ഓ അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ, അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമം. 10,000 സുന്ദരനേ, ശാരോനിൽ റോജാവേ, 10,000 സുന്ദരനേ, ശാരോനിൽ റോജാവേ, അങ്ങേക്കു തുല്യനായി അങ്ങു. ആ വരികളൊന്ന് പാടി, അങ്ങേക്ക് തുല്യമായി, അങ്ങേക്കു തുല്യനായി അങ്ങു. Once again, അങ്ങേക്ക് തുല്യനായി, അങ്ങേക്കു തുല്യനായി അങ്ങു മാത്രം. ഓ അങ്ങേക്കു തുല്യനായി അങ്ങു മാത്രം. യേശുവേ, യേശുവേ, യേശുവേ.
Shandarabaidabaku. Shabarabatulidigasia. Labakamamamarantolababo. Ribakatamamama. Sobrekatalayantolalalo. Shambratelameyandele. Sobroteleleleyamamamamamama. അന്ത്യനുമായോനെ ജീവൻ ഉറവിടമായോനെ ഞാനോ നിത്യം ജീവിപ്പാൻ സ്വയയാഗമായോനെ അത്ഭുതമായ നാമമേ അതിശയമായ നാമമേ ആശ്ചര്യമായ നാമമേ അധികാരമുള്ള നാമമേ അത്ഭുതമായ നാമമേ അതിശയമായ നാമമേ ആശ്ചര്യമായ നാമമേ അധികാരമുള്ള നാമമേ പതിനായിരങ്ങളിൽ സുന്ദരനേ ശാരോനിൻ റോജാവേ 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 അങ്ങേക്കു തുല്യനായി അങ്ങേക്കു തുല്യനായി അങ്ങേക്കു തുല്യനായി അങ്ങു മാത്രം യേശുവേ യേശുവേ അങ്ങേക്കു തുല്യനായി അങ്ങ് മാത്രം എല്ലാ നാമത്തിലും സർവമുഴങ്കാലും മടങ്ങിയിടും എല്ലാ നാവും പാടും യേശുവിൻ നാമം ഒപ്പം പറഞ്ഞിട ഇളയില്ല നാമം എല്ലാറ്റിലും മേല ഒരേ ഒരു നാമം രക്ഷ പ്രാപിക്കുവാൻ ഒരേ ഒരു നാമം നിത്യജീവൻ പ്രാപിക്കുവാൻ ഒരേ ഒരു നാമം പ്രാർത്ഥന സ്വർഗം കേൾക്കുവാൻ ഒരേ ഒരു നാമം പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ ഒരേ ഒരു നാമം ഞാൻ തന്നെ വഴിയും ഞാൻ തന്നെ സത്യവും ഞാൻ തന്നെ ജീവനും എന്ന് അരുളിച്ചത് യേശുവിന്റെ നാമം അത്ഭുതമായ നാമമേ അതിശയമായ നാമമേ ആശ്ചര്യമായ നാമമേ അധികാരമുള്ള നാമമേ അത്ഭുതമായ നാമമേ അതിശയമായ നാമമേ ആശ്ചര്യമായ നാമമേ അധികാരമുള്ള നാമമേ അത്ഭുതമായ നാമമേ അതിശയമായ നാമമേ ആശ്ചര്യമായ നാമമേ അധികാരമുള്ള നാമമേ. Thank you, Holy Spirit.
ഇന്ന് ഈ മെസ്സേജ് നിങ്ങളുടെ ഹൃദയത്തിനകത്തൊരു വെളിപ്പാടായി പരിശുദ്ധ ആത്മാവ് മാറ്റട്ടെ. യേശുവേ, നീ എൻ്റെ സർവവുമാണ്, നീ എൻ്റെ സകലവുമാണ്. എൻ്റെ ഹൃദയത്തെ, എൻ്റെ ജീവിതത്തെ, എൻ്റെ ആത്മാവിനെ, എൻ്റെ പ്രാണനെ ഞാൻ അങ്ങയ്ക്കായി സമർപ്പിക്കുകയാണ്. പുത്രന്റെ നാമത്തെ ഇതിലൂടെ ഉയർത്തുകയാണ്. യേശുവിൻ്റെ നാമം എവിടെ ഉയർത്തപ്പെടുന്നുവോ അവിടെ ആ നാമത്തിന്റെ ശക്തിയാൽ സകലരും ആകൃഷ്ടരാണ്. ആ നാമത്തിന്റെ ശക്തിയാൽ സൗഖ്യങ്ങളുണ്ടാകും. യോഹന്നാൻ 14:12 യേശു പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്തതിലും അധികം ചെയ്യും. നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുവീൻ, എന്നാൽ നിങ്ങൾക്ക് അതുണ്ടാകും. നിങ്ങൾ ഇതുവരെ എൻ്റെ നാമത്തിൽ ഒന്നും അപേക്ഷിച്ചിട്ടില്ല, അപേക്ഷിക്കുവീൻ, എന്നാൽ നിങ്ങൾക്കത് ലഭിക്കും. ജോഷുവയെ പോലെ നിങ്ങളും പറയുക, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. ഇത്ര വലിയവനായ കർത്താവിനെ അറിയാൻ, അനുഭവിക്കുവാൻ, ആ വെളിപ്പാടിൽ നിൽക്കുവാൻ സ്വർഗം നമുക്ക് കൃപ ചെയ്തു. വലിയ പാണ്ഡിത്യമുള്ള, കഴിവുള്ള, പരീക്ഷനായ ശൗൽ നിലത്ത് കിടന്ന് ചോദിക്കുന്നു, നീ ആരാകുന്നു കർത്താവേ? ഒത്തിരി മക്കളുമാർക്ക് അറിയില്ലിത്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, കുരിശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ദോഷത്വമാണ്, എന്നാൽ രക്ഷിക്കപ്പെടുന്ന നിങ്ങൾക്ക് ഇത് ദൈവശക്തിയാണ്. യേശുവേ എന്നൊന്ന് വിളിക്കാമോ? യേശുവേ. കാരണം അപ്പോസ്തലൻ പറയുകയാണ്, കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. അതിൽ യഹൂദനെന്നില്ല, അതിൽ യവനനെന്നില്ല, അതിൽ എബ്രായനെന്നില്ല, അതിന് മതമില്ല, ജാതിയില്ല, വർഗവർണ്ണ വ്യത്യാസങ്ങളില്ല. നിങ്ങൾ ആരോ ആകട്ടെ, യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. കർത്താവേ, ഇതുപോലുള്ളൊരു ഭാഗ്യം എൻ്റെ യേശുവിൻ്റെ സാന്നിധ്യമേ, ഇതുപോലുള്ളൊരു ആശ്വാസം എൻ്റെ താതൻ്റെ മറവിടമേ, എത്ര വലിയ ഭാഗ്യമാണ് ഈ ലഭിച്ചത്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പദവി എൻ്റെ യേശുവപ്പായെ എനിക്ക് ലഭിച്ചതാണ്. ഈ പാപിയായ എന്നോട് അവൻ കാണിച്ച കരുണയാണ്. ഇന്ന് രാത്രി ഈ ദൈവസന്നിധിയിൽ കർത്താവിന് നന്ദി പറയാൻ തുടങ്ങി. കർത്താവിന് നന്ദി പറയാൻ തുടങ്ങി. അപ്പാ, 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 കാൺമീൻ, നാം ദൈവ മക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹമാണ് നമ്മളോട് കാണിച്ചു. സ്വർഗസുഖ പീഠം വെടിഞ്ഞു എന്നെ തേടി വന്നവനെ, തേജസ്സിന്റെ വസ്ത്രം ഉരിഞ്ഞ് തന്നെ താഴ്ത്തിയവനെ, തന്നെ താൻ താഴ്ത്തിയോനെ, സ്വർഗസുഖ പീഠം വെടിഞ്ഞ് തന്നെ താഴ്ത്തി എന്നെ തേടി വന്നവനെ, തേജസ്സിന്റെ വസ്ത്രം അഴിച്ച്, തേജസ്സിന്റെ വസ്ത്രം ഉരിഞ്ഞ്
ആരാധിക്കുമ്പോൾ ഞങ്ങൾ